നമസ്കാരം. ആന്ധ്രയിൽ മുട്ട പപ്സ് വിപ്ലവത്തിൽ മുൻ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയെ തറപറ്റിക്കാൻ ബി.ജെ.പി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചന്ദ്രബാബു നായിഡു ബി.ജെ.പി. സഖ്യം കനത്ത ഇരട്ട തിരിച്ചടിയാണ് ജഗൻമോഹന് നൽകിയത്. അധികാരം നഷ്ടപ്പെട്ട് ഒന്നുമല്ലാതായ ജഗൻമോഹൻ നിരവധി അഴിമതി കേസുകൾ ഇത് അഴിയണ്ണാൻ പോവുകയാണ്. അതിനിടയിലാണ് ആന്ധ്ര രാഷ്ട്രീയത്തെ കലുഷിതമാക്കി എഗ് പപ്സ് സ്കാൻഡൽ വന്നിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് 5 വർഷത്തിനിടെ മുട്ട പപ്സ് കഴിക്കാൻ ചിലവാക്കിയത് 3.6 കോടി രൂപ എന്ന് കണക്ക് പുറത്തു വന്നത്. ഇതിലും നാണം കെട്ട കണക്കുകൾ ഇനി വരാനിരിക്കുന്നതേ ഉള്ളൂ. ജഗൻമോഹന്റെ അഴിമതി രാഷ്ട്രീയത്തിനെതിരെ ബി.ജെ.പിക്കൊപ്പം ചേർന്ന് പടപൊരുതിയ ചന്ദ്രബാബു നായിഡു മുഖ്യമന്ത്രിയായതോടെ ജഗൻമോഹൻ ഇനി പെടാപ്പാട് പെടാൻ പോവുകയാണ്. വൻ അഴിമതി ആരോപണങ്ങളുടെ കരനിഴൽ വീണതാണ് YS ജഗൻമോഹൻ റെഡ്ഡി എന്ന ആന്ധ്രാപ്രദേശ് മുൻ മുഖ്യമന്ത്രിയുടെ പൊതുജീവിതം. പകൽക്കൊള്ള, കുംഭകോണം എന്നീ വാക്കുകൾക്കൊക്കെ അപ്പുറത്താണ് തന്റെ ഭരണകാലത്ത് ജഗൻ കാണിച്ചു കൂട്ടിയ അഴിമതികൾ. ഇതിന്റെ പേരിൽ നേരത്തെ ജയിലിൽ പോയിട്ടും ജഗന് യാതൊരു കൂസലുമില്ല. കഴിഞ്ഞ പൊതു തിരഞ്ഞെടുപ്പിൽ തോറ്റ ജഗനെതിരെ അതിഗുരുതരമായ ആരോപണങ്ങളാണ് ഉയരുന്നത്. തൂണിലും തുരുമ്പിലും അഴിമതിയായിരുന്നു ജഗന്റെയും കൂട്ടരുടെയും പ്രത്യേകത. ഗ്രാനൈറ്റ്, കടപ്പ ഖനികൾ തൊട്ട് അഴുക്കുചാൽ ശുചീകരണത്തിൽ വരെ അഴിമതി. ഇപ്പോൾ ജഗന്റെ ഭരണകാലത്തെ പുതിയ അഴിമതിയുടെ കഥകൾ കേട്ട് ലോകം ഞെട്ടുകയാണ്. അതാണ് മുട്ട പപ്സ് അഴിമതി. ബീഹാറിൽ ലാലു പ്രസാദ് യാദവിന്റെ കാലത്ത് നടന്ന കാലിത്തീറ്റ അഴിമതി പോലെ വൈറലാവുകയാണ് പപ്സ് അഴിമതിയും. 2019-24 കാലയളവിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവർ പ്രതിവർഷം ശരാശരി 72 ലക്ഷം മുട്ട പപ്സ് കഴിച്ചതായാണ് ആരോപണം. 5 വർഷം കൊണ്ട് ഈ ചെലവ് 3.6 കോടി രൂപയിലെത്തി. 5 വർഷത്തിനിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ 18 ലക്ഷം മുട്ട പപ്സ് വാങ്ങിയിട്ടുണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രതിദിനം ചിലവായത് 993 മുട്ട പപ്സ്. ജഗൻമോഹൻ സർക്കാരിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾക്ക് എഗ് പപ്സ് സ്കാൻഡൽ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ചന്ദ്രബാബു നായിഡുവിന്റെ TDP സർക്കാർ അധികാരത്തിലേറിയതു മുതൽ ജഗൻമോഹൻ റെഡ്ഡിക്കും YSR കോൺഗ്രസിനുമെതിരെ ശക്തമായ നീക്കങ്ങളാണ് നടന്നുവരുന്നത്. സുരക്ഷാ സംവിധാനത്തിനായി അധിക തുക ചിലവായതും ഋഷികൊണ്ട പാലസിനായി കോടികൾ അനധികൃതമായി ചെലവഴിച്ചതായുള്ള ആരോപണങ്ങൾക്കിടയിലാണ് പുതിയ മുട്ട പപ്സ് അഴിമതിയും മുൻ സർക്കാരിനെതിരെ ഉയർന്നത്. വ്യാപകമായ അഴിമതിയും അടിസ്ഥാന സൗകര്യ വികസനമില്ലായ്മയും അടക്കം ജഗനെതിരായ വികാരം വൈദ്യുതി കുടിവെള്ള പ്രതിസന്ധി, കുടിവെള്ള വൈദ്യുതി നിരക്ക്, വിലക്കയറ്റം എന്നിവയും പൊല്ലാപ്പായി. ജോലി വാഗ്ദാനം നടപ്പാക്കാതിരുന്നതും അതുവഴി കൂടിയ തൊഴിലില്ലായ്മയും വലിയ തോതിൽ ജഗനെതിരെ ജനവികാരം ഇളക്കി. പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയും 2022-23 വർഷത്തെ കണക്കുകൾ പ്രകാരം രാജ്യത്തെ തൊഴിലില്ലായ്മയിൽ 3ാമതായിരുന്നു ആന്ധ്ര. വിഭജിത ആന്ധ്രയുടെ ആദ്യ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന്റെ സ്വപ്ന പദ്ധതിയായ 50,000 ഏക്കറിൽ അമരാവതി തലസ്ഥാന നഗരി. എന്നാൽ പിന്നീട് അധികാരത്തിലെത്തിയ ജഗൻ പദ്ധതി ഉപേക്ഷിച്ചു. ഇതും അദ്ദേഹത്തിനെതിരായ ജനവികാരം ശക്തിപ്പെടുത്തി. ഇപ്പോൾ 1 ഡസനിലേറെ കേസുകളാണ് ജഗനെതിരെ കാത്തിരിക്കുന്നത്. അധികം വൈകാതെ അദ്ദേഹം ജയിലിലാവുമെന്നും അഭ്യൂഹമുണ്ട്.